പ്രിയപ്പെട്ടവരെ നമസ്കാരം. പാനൂർ BRC സാഹിത്യ സമാജം ഈ വായനാ മാസാചരണത്തിൽ ഒരു പുതിയ പരിപാടി തുടങ്ങുകയാണ്. വായനാ മാസാചരണത്തിൽ എൻ്റെ വായന എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തങ്ങളായിട്ടുള്ള വായനാനുഭവങ്ങൾ പലർക്കും പറയാനുണ്ടാവും. നല്ല വായനക്കാരെ തേടിയുള്ള യാത്രയിൽ ഞാൻ വന്നെത്തിയിരിക്കുന്നത് വള്ളിയായിലെ ഭരതന്റെയും ബിജി വിക്കിയുടെയും വീട്ടിലാണ്. ഈ ദമ്പതിമാർ എന്തുകൊണ്ടും വളരെ പ്രത്യേകതയുള്ള നല്ല വായനക്കാരാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക്. നമസ്കാരം ഭരതേട്ട. നമസ്കാരം. ഭരതേട്ടൻ നല്ലൊരു വായനക്കാരനാണ് കേട്ടു. അതുപോലെ എന്താ ചെയ്യുന്നത്? ശരിക്കും ഭരതേട്ടൻ വർക്ക് ചെയ്യുന്നത് കലിന്റെ പണിയാണ് അല്ലേ? അപ്പം നമ്മുടെ പാനൂർ BRCയുടെ ഒരു പ്രത്യേക പരിപാടി ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സമൂഹത്തിലെ നാനാ തുറകളിലുള്ള നല്ല വായനക്കാർ തേടിയുള്ള യാത്രയാണ്. എപ്പോഴും ഒരാളുടെ വായനാനുഭവം മറ്റൊരാൾക്ക് പ്രചോദനമാവും. അങ്ങനെയല്ലേ? എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒരു ദമ്പതിമാരെ തന്നെയാണ്, നല്ല വായനക്കാരായ ഒരു ദമ്പതിമാർ. ഭരതേട്ടൻ ഈ വായനയിലേക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന് പറയാമോ? വായനയിലേക്ക് പറഞ്ഞാല് ഞാൻ പ്രൈമറി വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാളാണ്. അപ്പോൾ ചെറുപ്പത്തില് പണിക്ക് പോകുമ്പോഴും പിന്നെ വൈകുന്നേരം നമ്മളെ ഇവിടെ ഒരു വായനശാലയാണ്. വായനശാല എന്ന് പറഞ്ഞാൽ സാമൂഹ്യ സാംസ്കാരിക സംഘടന എന്നിട്ട് ഒരു പീഡിയന്റെ മുകളിൽ നല്ലൊരു ഭാഗം. അപ്പോൾ അവിടെ കുറച്ച് പുസ്തകമുണ്ട്. പിന്നെ ആനുകാലികങ്ങളെല്ലാം ഇതിലും ഇഷ്ടം പോലെ. അപ്പൊ അങ്ങനെ എല്ലാ ടൈമെല്ലാം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ പണി കഴിഞ്ഞിട്ടുള്ള സമയമെല്ലാം അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇത് വള്ളിയായിത്തന്നെ. ഓക്കെ ഓക്കെ. അപ്പം ഈ വായന ഏതാണ്ട് ഏത് കാലഘട്ടത്തിലായിരിക്കും? 80-കളിൽ അല്ലേ? 80-ന്റെ തുടക്കത്തിൽ. പിന്നീട് വായന നമ്മളിൽ കത്തിപ്പടർന്നു പറയാൻ പിന്നെ വായന നല്ലൊരു ടൈപ്പിൽ വന്നു. പിന്നെ നമ്മുടെ ഈ ജോലിയും ഈ വായനയും തമ്മിൽ എങ്ങനെ കൊണ്ടുപോകും? ജോലി വൈകുന്നേരത്തെ ജോലി, പിന്നെ രാത്രി പിന്നെ പീടിക്കെല്ലാം പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ലേറ്റ് ആകുന്ന വരെ വായിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വായനയിലേക്ക് വന്നു. അതുപോലെ തന്നെ നമ്മളെ സ്വാധീനിച്ചൊരു പുസ്തകം ഉണ്ടാവുമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം എന്ന് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് മാർസിംഗ് വർക്കിന്റെ അമ്മ എന്നാണ്. മാർസിംഗ് വർക്കിന്റെ അമ്മ. ഞാനത് 83-ലാണ് വായിക്കുന്നത്. അതെ. അപ്പൊ അതിനൊരു പിന്നെ അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് കൂടി കടന്നുപോയ ഒരാളെന്നുള്ള രീതിയിൽ ജീവിതാനുഭവം പക്ഷേ അതുപോലത്തെ ജീവിതാനുഭവത്തിലേക്ക് കൂടി കടന്നു വന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ പശ്ചാത്തലം എന്തായാലും തന്റെ ജീവിതാനുഭവം കൂടെ ചേരുമ്പോൾ വായനയ്ക്ക് ഒന്നും കൂടെ നമ്മൾ ആസ്വദിച്ച് വായിക്കാൻ മാത്രം അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ടായിരുന്നു. ഞാൻ എനിക്കത് അതിനിപ്പോ നമ്മളെ കുടുംബത്തിൽ തന്നെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കറിയാലായിരുന്നു എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ. അപ്പൊ ഈ പുസ്തകത്തിലേക്ക് കൂടി വായിക്കുന്നവരാണ് ആ കഥാപാത്രത്തിനെ കൂടി ഞാനത് മനസ്സിലാക്കുന്നത്. ഈ മദ്യപാനത്തിന്റെ ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നു. വളരെ നല്ല ജീവിത പാഠം നൽകുന്ന ഒരു പുസ്തകമാണ് മാക്സിം ഗോർക്കിയുടെ അമ്മ എന്നത്. എന്തായാലും നമ്മുടെ കുട്ടികളും ഒരുപക്ഷെ ഭരതേട്ടൻ എന്ന് പറയുമ്പോഴായിരിക്കാം നമ്മുടെ ഏതെങ്കിലും ഒരു കുട്ടിക്കും അല്ലെങ്കിൽ ഒരു വായനക്കാരനും ഒന്നുകൂടെ അയക്കാം എന്ന് തോന്നുന്നത്. എന്തായാലും നല്ലൊരു പുസ്തകം. ശരി, ഇനിയിപ്പോൾ വായനയിലൂടെ ഇപ്പോൾ പറഞ്ഞു അനുഭവമാണ് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വായന നമുക്ക് ഒരാൾക്ക് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, വായന ഒരു ആൾക്ക് എത്രമാത്രം ഗുണകരമാവും. ജീവിതാനുഭവത്തിൽ പറഞ്ഞു അതുപോലെ എന്താണ് തീർച്ചയായും ഗുണകരമാവും. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാം. എന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കുക അത്രത്തോളം കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ആ രീതിയിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം തിരിച്ചറിയാനുള്ള കഴിവ് അത് ഏതൊരു മനുഷ്യനും നല്ലതല്ലേ. ജീവിതാനുഭവങ്ങളുടെ കൂടെ മറ്റുള്ള ആളുടെ ജീവിതാനുഭവങ്ങൾ കൂടി നമ്മൾ മറ്റുള്ള ആത്മകഥയും കാര്യങ്ങളും വായിക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് കൂടി നമ്മൾ കടന്നുപോയി. അവരെ അനുഭവങ്ങൾ അങ്ങനത്തെ പറയും. ശരിക്കും നമുക്ക് പറയാം വായന അറിവിന്റെ ഒരു വാതായനാണ്. വാതിലക്ഷരമില്ല. അപ്പൊ അതാണ്. അപ്പൊ എന്തായാലും പലപ്പോഴും ഈയിടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഒരു കുട്ടിയോട് ചോദിച്ചു എപ്പോഴാണ് വായിക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞ ഉത്തരം വളരെ രസകരമാണ്. ജൂൺ 19 മാത്രം വായിക്കാനുള്ള ഒരു ഉത്തരം. അപ്പം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ജൂൺ 19 തുടങ്ങി വെക്കാൻ നമ്മൾ ഓർമ്മിക്കുക എന്നുള്ളതാണ്. അതേപോലെ അത് തുടരുക തന്നെ വേണം. നമ്മൾ പാനൂർ BRC അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വായന തുടരുക തന്നെ വേണം. അത് കുട്ടികളിലൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. എന്തായാലും ബിജി VK അല്ലേ, ഭാര്യയാണ് അല്ലേ? അപ്പം ബിജി VKയുടെ കവിതകൾ വായിച്ചിട്ടുണ്ട്. അപ്പം കവിതയിലാണ് നമ്മുടെ. അപ്പം നിങ്ങളുടെ വായന അനുഭവം എന്ന് പറയും എങ്ങനെയാണ്? വായനയിലേക്ക് വന്ന വഴി? പാലത്തായി. അപ്പൊ പാലത്തായി വായനശാലയില് പേര് പറയാമോ? വായനശാലയില് പാലത്തായി വായനശാല അതിന്റെ പേര്. അപ്പോ പാലത്തായി വായനശാലയിൽ എന്റെ അമ്മേന്റെ വീട്ടിലാണ് ഞാൻ വളർന്നത്. അപ്പൊ അമ്മേന്റെ വീട്ടില് അമ്മാമൻ ഈ പുസ്തകം കൊണ്ടുവരും അവർ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ പുസ്തകങ്ങൾ നമുക്കും കൂടി തരും. അപ്പോൾ അതിന്ന് ചെറിയ സമയത്തെ എഴുതുമായിരുന്നു കുറച്ച്.
അപ്പൊ അതുകൊണ്ടൊക്കെ വായനയും കൂടി നല്ലോണം ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത് ഒരു പുസ്തകം കൊണ്ടുവന്ന ഒരാഴ്ച വീട്ടിൽ വെക്കാനുള്ള സമയം, ആ സമയത്തിനുള്ളിൽ ഈ പുസ്തകം വായിച്ചു തീർക്കണം. അതുകൊണ്ട് മാക്സിമം അത് പിറ്റേത്താഴ്ച അടുത്ത പുസ്തകം, അങ്ങനെ ഇഷ്ടംപോലെ വളരെ ത്വരിതഗതിയുള്ള വായന, വായനയോടുള്ള ആവേശം എന്നൊക്കെ വേണം പറയാം. അത് ഒരുപക്ഷെ ഏത് തരത്തിലുള്ള പുസ്തകത്തിലായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ട് ബാലസാഹിത്യമൊക്കെ ആയിരിക്കില്ലേ? ബാലസാഹിത്യമല്ല, അല്ല. അതാണ് സീരിയസ് ആയിട്ട് തന്നെയാണ്. ബാലസാഹിത്യമല്ല, അവര് മാമനല്ല അവരെ പ്രായത്തില് വായിക്കുന്ന പുസ്തകങ്ങളിൽ കൊണ്ടുവരിക. അപ്പൊ അതിന് എനിക്ക് അന്നേരം അതിന്റെ വലിയ ആശയമൊന്നും ഇങ്ങനെ ചിന്തിക്കുമ്പോ ഒരു ദേശത്തിന്റെ കഥയിൽ ചെറിയ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ വായിച്ചാല് എങ്ങനെ നിൽക്കും. അപ്പൊ അതിന്റെ ചില വശങ്ങളെ നമ്മൾ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത് ഇവരോട് ഞാൻ ചോദിച്ചു, ഈ കൊയിനാവ് ഗുളിക എന്താണ്? അതിൽ കൊയിനാവ് ഗുളിക ഉപയോഗിക്കുന്നുണ്ട് അതിലെ നായിക. അപ്പൊ ഈ കൊയിനാവ് ഗുളിക എന്താ? കൊയിനാവ് ഗുളികനെ പറ്റി ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്, അന്നേ എന്തോ ഒരു വായിച്ച കിട്ടും. അവര് കൊയിനാവ് ഗുളിക, അതിൽ അപകടം പിടിച്ച ഗുളിക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അത് പിന്നെ ചിന്തിക്കുമ്പോ അത് ആ സമയത്ത് ഒരു ദേശത്തിന്റെ കഥയിൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുമ്പോ ഉമ്മാച്ചു അങ്ങനെ വായിച്ചു. ശരിക്കും എഴുത്തിന്റെ വളാണ് വായന എന്ന് പറയും. ശരിയല്ലേ? നമുക്ക് സിറ്റി പള്ളിപ്പുറം സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കുട്ടികൾ എഴുതുന്നുണ്ട്, എഴുതാൻ താല്പര്യം ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പക്ഷേ അവർക്ക് വാക്കുകളോ അതിന്റെ ഒഴുക്കോ കുറവാണ്, വായനയുടെ അഭാവം നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും എഴുത്തിന് വായന വളാണ്. ഏറ്റവും സ്വാധീനിച്ച പുസ്തകം ഞാൻ നേരത്തെ ഭരതനോട് ചോദിച്ചതുപോലെ തന്നെ ഏതായിരിക്കും സ്വാധീനിച്ച പുസ്തകം? ഇപ്പോഴാണെങ്കിൽ, ഇപ്പൊ ലേറ്റസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ആത്രേയകം, രാജശ്രീന്റെ ആത്രേയകം. അതിന്റെ ഓരോ പീരീഡിൽ ഓരോന്നാണ് സ്വാധീനിച്ച പുസ്തകം, ഒറ്റ പുസ്തകങ്ങളല്ല. അപ്പൊ ഓരോ പുസ്തകങ്ങളാണ്. പിന്നെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായക, സമുദ്രശില, അതിൽ നമ്മുടെ ആരാച്ചാറ്, മനുഷ്യനരാമുഖം, അതിലെല്ലാം നമ്മളങ്ങ് കഥാപാത്രങ്ങളായിട്ട് അങ്ങ് ജീവിച്ചു പോകുന്ന പുസ്തകങ്ങളാണ്. പഴയതാണെങ്കിൽ ഇതേപോലെ തന്നെ MTന്റെ എല്ലാം മഞ്ഞ് എല്ലാ ഏകദേശ പുസ്തകങ്ങള് എല്ലാം, ഉറുവിന്റെ ഏകദേശ പുസ്തകങ്ങള് എല്ലാം നല്ലൊരു വായനാവസരത്തിലാണ്. അപ്പൊ അത് ഞാൻ ശരിക്കും എഴുത്തിന്റെ ഒരു പിൻബലം. ശരി, ഞാൻ കവിതയാണ് മാധ്യമം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കവിതയാകുമ്പോൾ കവിതകളും തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവും. ഏത് ഇപ്പൊ നമ്മൾ കവിയെ പറയുകയാണെങ്കിൽ ഏത് കവിയും ഏത് കവിതയാണ്? കവികളിൽ ഏറ്റവും ഇഷ്ടം ഓൻവിയുടെ ഏതെങ്കിലും ഒരു കവിതയുടെ ശകലം ചൊല്ലാനോ മറ്റോ പറയാനോ? ചരമശുശ്രൂഷയ്ക്ക് എന്നും വളരെ പ്രാധാന്യം അർഹിക്കുന്ന, അല്ലെ, നമ്മളെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന വളരെ ശക്തമായിട്ടുള്ള വരികളാണ്, ഇക്കാലത്തും പ്രാധാന്യമുള്ളത്. അപ്പൊ എന്തായാലും ഓൻവിയെ ഇഷ്ടപ്പെടുന്ന എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ട്? 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നത്? ഒന്നാമത്തെ കത്തുന്ന പേന, അത് കവിതയാണ്. രണ്ടാമത്തെ വാക്കുകളുടെ ചുംബനം, അതും കവിതയാണ്. മൂന്നാമത്തെ പുസ്തകം പേറ്റുപരാന്തി, അത് ചെറുകഥയാണ്. പേറ്റുപരാന്തി ഇപ്പോഴത്തെ കഴിഞ്ഞ നവംബർ 19. എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ തലമുറയോട് വായനയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞു, വായനയുടെ ഗുണങ്ങൾ എന്താ പറയുന്നത്? വായനയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗുണമല്ല, ഒരുപാട് ഗുണങ്ങൾ. ഒന്ന്, നമുക്ക് രോഗത്തിന് മരുന്ന് പോലെ, ശരീരത്തിൽ നമുക്കുണ്ടാകുന്ന രോഗത്തിന് മരുന്ന് പോലെ, മനസ്സിനുണ്ടാകുന്ന എല്ലാ അസുഖത്തിനും വായന കംപ്ലീറ്റ് ഒരു മരുന്നാണ്, പൂർണ്ണമായൊരു മരുന്നാണ്. പിന്നെ നമ്മൾ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ, ഓരോരാളെ ഇപ്പോൾ പറഞ്ഞ പോലെ ഓരോരോ അനുഭവങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ തെറ്റു ശരി, ചെറിയ മക്കൾക്കാണെങ്കിൽ ആ തെറ്റു ശരി വേർതിരിച്ചറിയും എന്നൊരു മാർഗ്ഗം വായന. ഇത് വായിക്കണമെന്നും ചെറിയ ചെറിയ കൃതികളിൽ നിന്ന് വന്നിട്ട് അതൊരു ശീലമായി കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഏത് സമയം നമ്മൾ കണ്ടെത്തും. ഇപ്പോഴേ നമ്മൾ പലപ്പോഴും ആകുലരാണ്, നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നത്, പത്രവാർത്തകളൊക്കെ കാണും. അത് ശരിക്കും ഒരു നല്ലൊരു മരുന്നാണ്, അല്ലെ? വായന, അല്ലെ? നന്നായിട്ട് വായനയിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മറ്റു മാർഗങ്ങളിലേക്ക് പോകാൻ സാധിക്കില്ല. എന്തായാലും നമ്മുടെ വായന തുടരും എന്നാണ് നമ്മുടെ കുട്ടികളോട് പറയും. തുടരേണ്ടതുണ്ട്, അപ്പൊ തുടരേണ്ടതുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഈ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വായന നമ്മുടെ കുട്ടികളോട്, BRCക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളോട് പങ്കുവെച്ച നമ്മുടെ ഭരതേട്ടനും വിജയിക്ക് രണ്ടുപേർക്കും വളരെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഈ 2 അനുഭവങ്ങളും, ഇപ്പൊ അമ്മയെ പറ്റിയും അതുപോലെ തന്നെ ഭൂമിക്കൊരു ചരമഗീതമൊക്കെ പറഞ്ഞപ്പോഴും അതൊക്കെ വായിക്കണം എന്നുള്ളൊരു തോന്നൽ ഇതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് കാണുന്നവർക്കൊക്കെ ഉണ്ടാവട്ടെ. വായന ആ ദിവസം മാത്രമല്ലാണ്ട് തുടരട്ടെ എന്ന് പറയുകയാണ്.